ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ തൊഴുത്തിലെ 4 ഗർഭിണികളിൽ കുഞ്ഞോള് പ്രസവിച്ചു. കുഞ്ഞോളായിരുന്നു ആദ്യം ഡേറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസവത്തിലൊക്കെ കുഞ്ഞോള് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞോൾക്ക് അസുഖം വന്നു. അപ്പോൾ 8-ാം മാസത്തിൽ പശുക്കൾക്ക് സ്ട്രെസ്സും അതൊക്കെ വരുമ്പോൾ അവൾക്ക് കുരലടപ്പൻ, തൈലേറിയ, അനാപ്ലാസ്മ, അങ്ങനെ എല്ലാ അസുഖങ്ങളും കൂടി വന്ന് പ്രസവത്തിന് ബുദ്ധിമുട്ടായി. കുട്ടിയുടെ കൈയൊക്കെ മടങ്ങി, നേരത്തിന് ഡോക്ടറെ കിട്ടിയില്ല, അങ്ങനെ ആ കുട്ടിയും ചത്തുപോയി, പാലും കിട്ടിയില്ല, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര കെയറിങ് ആയിട്ട് തന്നെ ഇരുന്നു. നമ്മൾ 8-ാം മാസത്തിൽ സാറിനോട് പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഹോമിയോ മരുന്നാണ് കൊടുത്തത്. 8-ാം മാസത്തിൽ ഈ വക അസുഖങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ഹോമിയോ മരുന്ന് കൊടുത്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അതേ നല്ല പ്രസവിച്ചു. 8 മണി തൊട്ട് പ്രസവവേദന തുടങ്ങി. ഒരു 10 മണിയാകുമ്പോഴേക്കും പ്രസവിച്ചു. മൂരിക്കുട്ടനാണ് ഉണ്ടായത്. പശുക്കുട്ടികൾ ഉണ്ടാവുന്നതാണ് ഇഷ്ടം. പശുക്കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരു സമാധാനമുണ്ട്. നമ്മൾ വളർത്തിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും അവർ വളർത്തുന്നുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇതിപ്പോൾ മൂരിക്കുട്ടന്മാരാകുമ്പോൾ ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും ചിലപ്പോൾ ആരും വളർത്തിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒരു 6 മാസമാകുമ്പോൾ കൊടുക്കാറുണ്ട് മൂരിക്കുട്ടന്മാരെ. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല ഇവിടെ വളർത്താനൊന്നും. എന്നാലും നെറ്റിയിൽ നല്ല ആലിലൊക്കെ ഉള്ള സുന്ദരൻ കാണുമ്പോൾ കൊതിയാവും. ഒരു പശുക്കുട്ടി ആയില്ലല്ലോ എന്നൊരു സങ്കടം. അല്ലെങ്കിലും മൃഗങ്ങളെ വളർത്തുന്നവർക്കൊക്കെ എപ്പോഴും ഒരു സങ്കടം ഉണ്ടാവും മനസ്സിൽ. അതങ്ങനെയാണ്. കുഞ്ഞോള് പ്രസവിച്ച വഴി തന്നെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കുടിയിൽ അയഡിൻ ലോഷനൊക്കെ കൊടുത്ത് കുഞ്ഞോൾക്ക് നല്ല ചൂടുവെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ മറുപിള്ളിയും അപ്പം തന്നെ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മറുപിള്ളി വീണുപോയി. അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ എല്ലാം നടന്നു. ഇനി പാലൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ക്ഷീരകർഷകർ ഈ രംഗത്ത് നിന്ന് പിറകോട്ട് വലിക്കണതിൻ്റെ പ്രധാന കാരണം ചികിത്സാ ചെലവും കാലിത്തീറ്റയുടെ അമിതമായ വിലവർദ്ധനയുമാണ്. അതുതന്നെ ആകുമ്പോൾ നമ്മൾ ഈ രംഗത്തുള്ളവർ തന്നെ പിന്നാക്കം പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ചികിത്സാ ചെലവ് കുറച്ചെങ്കിലും കുറയ്ക്കാനായിട്ട് ഇംഗ്ലീഷ് മരുന്ന് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ നമുക്ക് ഹോമിയോ മരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് പ്രതിരോധ മാർഗങ്ങളും ഒക്കെ അതിലുണ്ട്. വന്നാൽ തന്നെ നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ 9-ാം മാസത്തിൽ സുഖപ്രസവത്തിനുള്ള മരുന്നൊക്കെ ഉണ്ട് പശുക്കൾ. അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടി തിരിഞ്ഞ് കറക്റ്റായിട്ട് പ്രസവം നടക്കാനും മറുപിള്ള ശരിക്ക് വീഴാനും ഒക്കെ ഉള്ളതുണ്ട്. അപ്പം ആരെങ്കിലും ക്ഷീരകർഷകരുണ്ടെങ്കിൽ ഞാൻ ഹോമിയോ മരുന്ന് തരുന്ന ഡോക്ടർ എന്ന് പറയുന്നത് 32 വർഷം വെറ്റിനറി സർജനായ ഡോക്ടറാണ്. സാറിൻ്റെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിടാം. പിന്നെ സാറിൻ്റെ മരുന്ന് കൊറിയർ വഴി എവിടെയാണെങ്കിലും എത്തിച്ചു തരാനുള്ള സൗകര്യമുണ്ട്.